ഹലോ ഞാൻ ഇത്തിരി മുളകുപൊടി മല്ലിപ്പൊടിയും ചൂടാക്കി മാറ്റി വെച്ചോളൂ. 3 സ്പൂൺ വീതമാണ് മുളകുപൊടി മല്ലിപ്പൊടി എടുത്തേക്കുന്നത് കേട്ടോ. എന്തിനാണെന്നല്ലേ ഇത്, ഇന്ന് ഞങ്ങൾക്ക് സൺഡേ സ്പെഷ്യലായിട്ട് മട്ടൻ കറിയാണ്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് വൃത്തിയാക്കിയിട്ടുള്ള മട്ടൻ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉള്ളി, ചെറിയുള്ളി ഒരു 5 എണ്ണം, പിന്നെ ഒരു 3-4 പച്ചമുളക്, സബോള 4 എണ്ണം അരിഞ്ഞത്, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മൾ ചൂടാക്കി മാറ്റി വെച്ച മുളകുപൊടി മല്ലിപ്പൊടിയും നമ്മളതിന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇട്ടിട്ട് നന്നായി, പിന്നെ ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി അങ്ങനെ തിരുമ്പുക. പിന്നെ കൂടി ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. നന്നായി തിരുമ്പി വെക്കണം കേട്ടോ. എൻ്റെ കൈ മുറിഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് കിടക്കുന്നത്. കൈ വെച്ച് നല്ല രീതിയിൽ അങ്ങനെ തിരുമ്പിയിട്ട് കുക്കർ അടച്ച് നമ്മൾ ഒരു 8 വിസിലോളം അടിക്കണം. ഏകദേശം ഒരു 8 വിസിലോളം അടിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചേട്ടോ. എന്നിട്ട് ചട്ടിയിലേക്ക് ഒരു 10-15 ഉള്ളിയും നമ്മളുടെ വേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ മട്ടൻ ഇടാണ്. എന്നിട്ട് നന്നായി തിളച്ച് പറ്റിച്ച് വേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി. ഞാൻ എൻ്റെ മുളക് പൊടി ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടോ. നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയും ചൂടാക്കുന്ന സ്റ്റെപ്പ് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് സെറ്റാക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.